ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45-ാം സങ്കീർത്തനം 10-ാം വാക്യം. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പൊതുഭവനത്തെയും മറക്കാം. ഈ വാക്യം ദൈവം നമ്മോട് പറയുന്ന 3 ആഹ്വാനങ്ങളാണ്. കേൾക്കുക, കാണുക, ചെവി ചായ്ക്കുക. ദൈവവുമായി അടുത്ത ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ആത്മീയ വിളിയാണ്. കേൾക്കുക എന്നാൽ ദൈവജനത്തോടുള്ള ശ്രദ്ധയാണ്. ലോകത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ നമ്മെ അലട്ടുമ്പോൾ ദൈവശബ്ദം കേൾക്കുവാൻ നാം ഒരുങ്ങണം. വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത് കേൾവിയിലൂടെയാണ്. ദൈവവചനം നമുക്ക് ദിശാബോധം നൽകുന്നു. കാണുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തെ ദർശിക്കുവാൻ നമുക്ക് കഴിയണം. പഴയ രീതികളും ലൗകിക ആകർഷണങ്ങളും വിട്ട് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ കാണുവാൻ പഠിക്കുമ്പോൾ ജീവിതം തന്നെ മാറി മറിയും. ചെവി ചായ്ക്കുക എന്നത് വിനയത്തോടെയുള്ള സമർപ്പണമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്ന അനുഭവം. പഴയ ബന്ധങ്ങളിൽ നിന്നുള്ള വിടുതലും ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സ്വന്തം കുടുംബത്തെ നിരസിക്കുക എന്നതല്ല, മറിച്ച് ദൈവത്തോടുകൂടെ നിലനിൽക്കുവാൻ വിരുദ്ധമായ പഴയ സ്വഭാവങ്ങളും പാപസംബന്ധമായ അനുഭവങ്ങളും വിട്ടുപോവുക എന്നതാണ്. ദൈവത്തിനായി ജീവിക്കുവാൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളയണം. പ്രിയരെ, ദൈവം ഇന്നും നമ്മെ വിളിക്കുന്നു, കേൾക്കുവാനായി, കാണുവാനായി, അനുസരിക്കുവാൻ. നാം സമർപ്പിതരാകുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തെ പുതുക്കി മഹത്വത്തിലേക്ക് പ്രവേശിക്കും. ഈ നാളുകളിൽ അവൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നാളുകളിൽ നിന്നെ കേൾക്കുവാനും നിന്നിലൂടെ ലോകത്തെ കാണുവാനും നിന്നിൽ സമർപ്പിതരായി ജീവിപ്പാനും എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.